വാർത്തയിലേക്ക്. സാമ്പത്തിക പ്രതിസന്ധി സപ്ലൈകോയെയും ബാധിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ്. ലഭിക്കാനുള്ള കുടിശ്ശികയടക്കമുള്ള കാര്യം കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെടും. സ്വയം പര്യാപ്തമാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. കർഷകർക്ക് നഷ്ടമില്ലാതിരിക്കാൻ രജിസ്ട്രേഷൻ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഉന്നതികളിലേക്കുള്ള റേഷൻ വിതരണം കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സപ്ലൈസ് കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇല്ലാത്തതുപോലെയുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധി സപ്ലൈകോയും ബാധിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ, പ്രത്യേകിച്ച് നമ്മുടെ വെൽഫെയർ സ്കീംസിനെ ബാധിക്കാത്ത നിലയിൽ കൊണ്ടുപോകാനുള്ള നടപടികളാണ് ഞങ്ങളിപ്പോൾ സ്വീകരിക്കുന്നത്. ഞാനിന്ന് മിനിസ്റ്ററെ കാണുമ്പോൾ പറയാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന്, സപ്ലൈകോയ്ക്ക് ലഭിക്കാനുള്ള വിവിധ ഇനത്തിലുള്ള കുടിശ്ശിക അടക്കം ലഭ്യമാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഇന്ന് ഉന്നയിക്കാനിരിക്കുകയാണ് മിനിസ്റ്ററായിട്ടുള്ള ഡിസ്കഷനിൽ. ഇതിനകത്ത് നെല്ല് സംഭരണത്തിന് മറ്റ് പ്രശ്നങ്ങളില്ലാത്ത നിലയിൽ, അതായത് കൊയ്ത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ സംഭരണം ആരംഭിക്കാനും ഈ വില കൃത്യമായ നിലയിൽ കർഷകരുടെ കയ്യിലേക്ക് എത്തിക്കാനും കഴിയുന്ന നിലയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രജിസ്ട്രേഷൻ നടപടികൾ നേരത്തെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് ലാൽകുമാർ വിവരങ്ങൾ നൽകും. ലാൽകുമാർ, കേന്ദ്രവുമായുള്ള ചർച്ചയിൽ പ്രധാനമായി കേരളത്തിന് ലഭിക്കാനുള്ള തുക സംബന്ധിച്ച് അത് നേടിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നാണോ മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചത്? ദിവ്യ, കേന്ദ്രമന്ത്രിമാരുടെ കൂടിക്കാഴ്ചക്കായി എത്തിയതാണ് അനൂപ് ജേക്കബ് ഡൽഹിയിൽ. KUWJയുടെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത് കേരളത്തിന് നിരവധി ഫണ്ടുകൾ ലഭിക്കാനുണ്ട്. ആ ഫണ്ടുകൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ മന്ത്രിയുമായി ഉള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമുണ്ടാക്കും, അല്ലെങ്കിൽ ആ ആവശ്യം ഉന്നയിക്കും എന്നാണ് മന്ത്രി ഇന്ന് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, പലതരത്തിൽ മുൻ സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ സപ്ലൈകോക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അനൂപ് ജേക്കബ് പറയുന്നുണ്ട്. കാരണം മുൻ സർക്കാർ ചില സപ്ലൈകോയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ചില ഭക്ഷ്യ വസ്തുക്കൾക്ക് ചില നിർദ്ദിഷ്ട അല്ലെങ്കിൽ കൃത്യമായൊരു വില പാലിക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ ബാധ്യത സപ്ലൈകോക്കാണ് വന്നത് എന്ന കാര്യമാണ് മന്ത്രി പറഞ്ഞത്. അതുപോലെ തന്നെ റേഷൻ വിഹിതം, കേരളത്തിലുള്ള റേഷൻ വിഹിതം ത്തിന്റെ കാര്യത്തിലും വലിയ പോരായ്മകൾ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പരിഹരിച്ചുകൊണ്ട് കുടിശ്ശികകൾ കൃത്യമായി വീട്ടുന്ന തരത്തിൽ, അല്ലെങ്കിൽ കേരളത്തിന് കിട്ടാനുള്ള പണം നേടിയെടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. അത്തരം ആവശ്യങ്ങൾ മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ ഉന്നയിക്കും എന്ന് അനൂപ് ജേക്കബ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 24 വിവിധ ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചും നെല്ല് സംഭരണമായി കേരളത്തിൽ ലഭിക്കേണ്ടിയിരുന്ന കുടിശ്ശികളെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി ഇന്ന് ഈ മുഖാമുഖം പരിപാടിയിൽ പ്രതിപാദിച്ചു പോയി. അദ്ദേഹം പറയുന്നത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്റ്റോറുകൾ കേരളത്തിൽ ആരംഭിക്കുന്ന കാര്യം പരിശോധിക്കുമെന്നാണ്. അതേപോലെ ഫുഡ് ATMകൾ കേരളത്തിൽ ATM വഴി ഒരു ഫുഡ് ATMകൾ നടപ്പിലാക്കുന്ന പരിപാടി, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് സമീപഭാവിയിൽ അത്തരം പരിപാടികളിലേക്ക് കടക്കുന്ന കാര്യം കൂടി ആലോചിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ ഈ ഗോഡൌണുകൾ, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഗോഡൌണുകൾ വലിയ പ്രതിസന്ധി കർഷകരുമായി എടുക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടി ഗോഡൌണുകൾ ആരംഭിക്കുന്ന, അല്ലെങ്കിൽ അത്തരം മാർഗങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ സർക്കാർ വരുമ്പോൾ നെല്ല് കെട്ടിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കർഷകർക്ക് ഇതിന്റെ തുക കിട്ടാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരം പ്രശ്നങ്ങളൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. എന്നാൽ പോലും അടുത്ത സീസണിൽ കർഷകരുമായിട്ട് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായ കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ അടുത്ത സീസണിൽ ഈ രജിസ്ട്രേഷൻ നടപടികൾ വേഗത്തിൽ തന്നെ ആദ്യം തന്നെ പൂർത്തിയാക്കിയ ശേഷം തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കും. അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യം മന്ത്രി അറിയിക്കുന്നുണ്ട്. അതുപോലെ ഈ ഉന്നതികളിലേക്ക് റേഷൻ എത്താത്ത ചില പ്രശ്നങ്ങളുണ്ട്. ചില ഏരിയകളിൽ ഉന്നതികളിലേക്ക് റേഷൻ കൃത്യമായി എത്തുന്നില്ല എന്നുള്ളൊരു പ്രതിസന്ധി ഭക്ഷ്യവകുപ്പിന് മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ നെല്ല് സംഭരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നെല്ല് സംഭരണത്തിൽ വലിയ രീതിയിലുള്ള തുക 350 കോടി രൂപയ്ക്കടുത്ത് ലഭിക്കാനുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യക്ഷമമായ ചർച്ച, അല്ലെങ്കിൽ ചർച്ചയിൽ ഈ കാര്യം കൃത്യമായിട്ട് ഉന്നയിക്കും. സംസ്ഥാന സർക്കാർ ഓഡിറ്റ് ചെയ്ത അക്കൗണ്ടുകൾ കൃത്യസമയത്ത് സമർപ്പിച്ചതും സമർപ്പിക്കാത്തതുമായ പ്രശ്നങ്ങളുണ്ട്. ആ സമർപ്പിച്ചതിൽ പോലും ഫണ്ട് ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. ഇതൊക്കെ ലഭിക്കുന്ന കാര്യത്തിൽ ഇടപെടൽ നടത്തും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതേപോലെ AY കാർഡുമായി ബന്ധപ്പെട്ട വിഭാഗത്തിനുമായി ബന്ധപ്പെട്ട റേഷൻ വിഹിതത്തിന്റെ പ്രശ്നങ്ങളും മന്ത്രി ചർച്ചയിൽ ഉന്നയിക്കും എന്ന കാര്യവും അനൂപ് ജേക്കബ് പറഞ്ഞു.